തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയൻ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ച് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്റെ പേര് ജൂലി ജോബി. ഞാൻ മലമ്പുഴ മരിയുന്ന ഇടവകയിൽ നിന്ന് വരുന്നു. മലമ്പുഴന്ന് ആണ് വരുന്നത്. എന്റെ രണ്ടാമത്തെ മകൾ ആൻ തെരേസ്, 4 വയസ്സ്. അവൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. 2014 ജനുവരി 15 യൂറിൻ ഇൻഫെക്ഷനും പനിയെ തുടർന്ന് അവളുടെ മലമ്പുഴ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. അവിടെ നിന്നും കൊച്ച് തീരെ ബെഡിൽ നിന്ന് എണീക്കാത്ത സംശയം തുടർന്ന് ഞങ്ങൾ തളർന്ന അവസ്ഥയും കടുത്ത വേദനയായിരുന്നു ശരീരത്തിൽ. അപ്പോൾ പിന്നീട് PK ദാസ് ഹോസ്പിറ്റൽ ഒറ്റപ്പാലിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. അവിടെ വിശുദ്ധമായ പരിശോധനയ്ക്ക് ശേഷം മനസ്സിലായി അപൂർവമായി കണ്ടുവരുന്ന ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന മാരക രോഗമാണെന്ന് തിരിച്ചറിഞ്ഞു. 1 ലക്ഷത്തോളം ചിലവ് വരുന്ന 6 ബോട്ടിൽ ഇഞ്ചക്ഷൻ ആയിരുന്നു. സാധാരണ വെന്റിലേറ്ററിലിട്ട് കയറ്റുന്നത്. കാരണം ഞങ്ങൾ സാമ്പത്തികമായി പുറകോട്ടായതുകൊണ്ട് ഡോക്ടർ നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു. അത് ജനറൽ വാർഡിൽ ഞങ്ങളെ കയറ്റി കുട്ടി ഏറ്റവും ഉള്ളൊരു പ്രാർത്ഥന മൂലം നല്ല രീതിയിൽ സഹകരിച്ചു. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വരുന്നുവെങ്കിലും പൂർണ്ണമായ മാറ്റം ഉണ്ടായിരുന്നില്ല. കാരണം 4 മാസങ്ങൾക്ക് അങ്ങനെയാ മരുന്ന് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പോൾ ഫിസിയോതെറാപ്പിക്കായിട്ട് വടക്കഞ്ചേരി വള്ളിയോട് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ മാറ്റി. അപ്പോൾ അടുത്തുള്ള ചേച്ചിയുടെ വീട്ടിൽ എളവമ്പാടത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഫെബ്രുവരി 11, 12, 13 സെഹ്യോണിലെ സിസ്റ്റേഴ്സ് ധ്യാനം നയിച്ചിട്ടുണ്ടായിരുന്നു മെഡോണയുടെ. അപ്പോൾ സിസ്റ്റർ ധ്യാനത്തിൻ്റെ 2ാം ദിവസം കൊച്ചിനെ ഞങ്ങൾ വാരി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ 2ാമത്തെ ദിവസം തന്നെ പറഞ്ഞു ഇന്ന് തന്നെ ഇവിടെ തിരിഞ്ഞു കിടക്കുമെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടുന്ന് വെഞ്ചിരിച്ച് എണ്ണയും തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ വെഞ്ചിരിച്ച് പ്രാർത്ഥിക്കുകയും ഇന്ന് തന്നെ തിരിഞ്ഞു കിടക്കുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇപ്പോൾ മടിയിലിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. അവളുടെ ഇഷ്ടപ്രകാരം 1 മാസം ഒരു വിരലിൽ പോലും അനക്കാതിരുന്ന അവള്, ഇതൊന്നും അനക്കാൻ പോലും പറ്റാതിരുന്നു. അതേപോലെ ഇങ്ങനെ കടന്നിരുന്ന കുട്ടി ഈ പ്രാർത്ഥന കഴിച്ചപ്പോൾ സിസ്റ്റേഴ്സിന് കർത്താവ് ദർശനം നൽകി നാളെ തിരിഞ്ഞു കിടക്കും. ഒറ്റ ദിവസം തിരിഞ്ഞു കിടക്കും. അന്ന് തന്നെ ധ്യാനത്തിന്റെ 2ാം ദിവസം തന്നെ തിരിഞ്ഞു കിടക്കുമെന്ന് പറഞ്ഞിരുന്നു. 3ാം ദിവസം അവളുടെ ആവശ്യപ്രകാരം മടിയിൽ കിടത്താൻ അവൾ പറഞ്ഞു. അതേപോലെ സംഭവിച്ചു. 1 മാസത്തിനുള്ളിൽ പരിപൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. ഇപ്പൊ ഓടി നടക്കുന്നു. ഇവിടെ കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നോക്കിയേ മിടിമിടിക്ക് ഇതേ കയറിയിരിക്കണ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വിരൽ അനക്കാൻ പറ്റാതെ കിടക്കായിരുന്നു. 8 വർഷം മുന്നേ ഇവിടെ വന്ന് സഖിയുള്ള ധ്യാനം കൂട്ടിയിട്ട് കിട്ടിയ കുട്ടിയത്. ഈശോയെ എന്തായാലും നോക്കി ഈശോ പിന്നെയും അത്ഭുതങ്ങൾ ചെയ്ത് സഹായിക്കുക. ഒത്തിരി പേര് പ്രാർത്ഥിച്ചിരുന്നു. ഈ ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മെഡിക്കൽ ഫീൽഡിൽ വല്ല പരിചയമുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. മാരക ഞങ്ങൾ ഡിസ്ചാർജ് ആയിട്ട് ആശുപത്രി പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് അഭിഷേക് കാണുമ്പോൾ ഈ അസുഖം മാറിയതായിരുന്നു സാക്ഷി. ഒരു സാക്ഷിയുണ്ടായിരുന്നു ഇവിടെ, ആന്റണി എന്ന് പറഞ്ഞ സഹോദരൻ. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ മനസ്സിൽ നേരിടുന്നു അഭിഷേക് 9 പ്രാവശ്യം 9 മാസത്തിന് 9 ആഴ്ച ഞാൻ മുടങ്ങാതെ കാണാം. അതിന്റെ ഉള്ളിൽ എഴുന്നേറ്റ് നടക്കുകയാണെന്ന് പറഞ്ഞു. 3ാമത്തെ ഞായറാഴ്ച ആകുമ്പോഴേക്കും കൊച്ചു എണീറ്റ് നടന്നു. 9 ഞായറാഴ്ച ഞാൻ കൂടി പ്രാർത്ഥിക്കുന്നതിനുള്ളിൽ കർത്താവ് എന്റെ കുട്ടിയെ എഴുന്നേൽപ്പിച്ച ഞാൻ സാക്ഷി പറയാന്ന് പറഞ്ഞു. 3ാമത്തെ ഞായറാഴ്ച ആയപ്പോ ഈ കുട്ടിയെ കർത്താവ് എഴുന്നേൽപ്പിച്ച്. നോക്കി എത്ര അത്ഭുതമായി ഈശോ ചെയ്യണത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി കടിച്ച് മോശയിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി നിറഞ്ഞിടട്ടെ. മോശയിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി നിറഞ്ഞിടട്ടെ. സൈന്യത്തിൻ മുന്നിൽ ആഴിതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. സൈന്യത്തിൻ മുന്നിൽ ആഴിതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ
എഴുന്നേറ്റ് നിന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കുട്ടികളെ ഈശോ പ്രത്യേകം അനുഗ്രഹിക്കുന്നുണ്ട്. കുട്ടികളും വേഗം ചാടി എഴുന്നേറ്റ് നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിനെ ആരാധിക്കാം. പാട്ടുപാടി കർത്താവിനെ ആരാധിക്കുമ്പോൾ നിങ്ങളൊരു താമസിച്ച ധ്യാനത്തിൽ എങ്ങനെ ആഹ്ലാദത്തോടെ കർത്താവിനെ അതേപോലെ സന്തോഷിച്ച് കർത്താവിനെ ആരാധിക്കണം. ഇങ്ങനെ ആരാധിക്കുന്ന ഈ സമയത്ത് ഓരോ കുട്ടികളുടെ മേലും ഓരോ കുടുംബത്തിൻ്റെ മേലും അഭിഷേകങ്ങൾ നിറയും. അച്ഛൻ ഇവിടുന്ന് പ്രഘോഷിക്കുന്ന വചനങ്ങളെക്കാൾ അനേക ഇരട്ടിയായി ദൈവരാജ്യ രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് ഓരോരുത്തർക്കും വെളിപ്പെടുത്തി തരും. രോഗികൾ സൗഖ്യം പ്രാപിക്കും. ഓരോ തരത്തിലുള്ള മനപ്രയാസത്തിലും ദുഃഖത്തിലും നിരാശയിലിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് കർത്താവ് അതൊക്കെ മാറ്റി വിടുതൽ നൽകി അനുഗ്രഹിക്കും. വലിയ വിടുതലിൻ്റെ ശുശ്രൂഷയാണ് പാട്ടുപാടി കർത്താവിനെ ആരാധിക്കുന്ന ഈ സമയം. നമുക്ക് പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാം. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. പവർ പവർ പവർ. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഇടത്തോട്ടും വലത്തോട്ടും പതുക്കെ നനങ്ങി ആഹ്ലാദത്തോടെ റിലാക്സ് ചെയ്ത് കുടുംബം ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുക. ദുഃഖവും ഭാരമുള്ളവരെല്ലാം കർത്താവിന് മുമ്പിൽ അതെല്ലാം ഹൃദയഭാരങ്ങൾ ഇറക്കി വെക്കുക. രോഗികൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കട്ടെ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. മോശയിൽ നിറഞ്ഞ ദൈവത്തി ശക്തി അഭിഷേകമായി നിറഞ്ഞിടട്ടെ. മോശയിൽ നിറഞ്ഞ ദൈവത്തി ശക്തി അഭിഷേകമായി നിറഞ്ഞിടട്ടെ. സൈന്യത്തിൻ മുന്നിൽ ആഴിതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. സൈന്യത്തിൻ മുന്നിൽ ആഴിതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും ഇപ്പോൾ ഉറക്കെ സ്തുതിക്കുന്നു. സമൂഹത്തിലേക്ക് വ്യാപരിക്കണമേ, കുടുംബങ്ങളിലേക്ക് നിറയണമേ, ജീവിതങ്ങളിലേക്ക് നിറയണമേ, ദാസന്മാരുടെ മേൽ നിറയണമേ. ഹല്ലേലൂയ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഭാഷാവരമുള്ളവർ ഭാഷാവരങ്ങളിൽ സ്തുതിക്കുന്നു. ആത്മാവിന്റെ കൃപകളെ ദൈവത്തെ ആരാധിക്കുന്നു. മക്കളെ കൈകൾ ഉയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഓരോ കുടുംബങ്ങളിലേക്ക് അഭിഷേകം നിറയട്ടെ, ഓരോ ജീവിതങ്ങളിലേക്ക് അഭിഷേകം നിറയട്ടെ, ഓരോ മകനും മകളും അഭിഷേകം പ്രാപിക്കട്ടെ, ഓരോ കുട്ടികളും അഭിഷേകം കൊണ്ട് നിറയട്ടെ, ഓരോ വംശങ്ങളും അഭിഷേകം കൊണ്ട് നിറയട്ടെ, ഓരോ സമൂഹങ്ങളുടെ മേൽ കൃപ നിറയട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, മന്ദത മാറട്ടെ, അഭിഷേകം നിറയട്ടെ, ആത്മാവ് നിറയട്ടെ, പരിശുദ്ധ സന്തോഷം നിറയട്ടെ, ദിവ്യ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറക്കെ പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ അനുഗ്രഹത്താൽ വീണ്ടും ഒരിക്കൽ കൂടെ കണ്ടുമുട്ടാൻ ഇടവരുത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ വലിയ കൃപകൾ ഉണ്ടാകട്ടെ എന്ന് അച്ഛൻ സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് എല്ലാം കാണുന്ന ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് കാലങ്ങളിൽ നമ്മുടെ കാർന്നോമാർക്ക് ഒരു വിചാരം ഉണ്ടായിരുന്നു, ഇതൊക്കെ ദൈവം കാണുന്നുണ്ട്, ദൈവം ഇതൊക്കെ കാണുന്നുണ്ട്. ദൈവ വിചാരം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണെന്നും ദൈവത്തിന് നിരക്കാത്തതൊന്നും ഞാൻ ചെയ്യരുതെന്നും ഒരു വിചാരം, ഒരു ദൈവ വിചാരം അവരെ ഭരിച്ചിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ കഠിനമായ പാപം ചെയ്യാതിരിക്കാൻ ഈ ദൈവ വിചാരം അവരെ സഹായിച്ചിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സുഹൃതമാണ്, എൻ്റെ ദൈവം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ ദൈവം ഇത് അറിയുന്നുണ്ട്. ഈ ഒരു വിചാരം പോയി. ഇന്ന് ആർക്കും എന്തും ചെയ്യാം, ഇന്ന് ആർക്കും എന്തും പറയാം, ഏത് അനീതിയും ഏത് അക്രമവും എന്ത് ദുഷ്ടതയും പ്രവർത്തിക്കാൻ ഒരു മടിയില്ല. കാരണം ഹൃദയത്തിൽ നിന്ന് ദൈവ വിചാരം അറ്റുപോയി, ഹൃദയത്തിൽ നിന്ന് ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത അറ്റുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇന്ന് വിശുദ്ധ ലിഖിത പ്രകാരം നാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി ചെയ്യുന്ന ഓരോ കാര്യവും, ആ വ്യക്തി ചെയ്യുന്ന ഓരോ അപേക്ഷയും, ആ വ്യക്തിയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും, ആ വ്യക്തിയുടെ കണ്ണിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ കണ്ണുനീരും ദൈവം കാണുന്നുണ്ട് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ചില ദൈവവചന ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുലിഖിതങ്ങളാണ്. ഹെസക്കിയ രോഗബാധിതനായി മരണത്തോടടുത്തു. ആമോസിന്റെ പുത്രൻ യേശയ്യ അടുത്ത് എന്ന് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ വീട്ടുകാര്യങ്ങൾ ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ നീ മരിക്കും എന്ന കാര്യം ഹെസക്കിയ രാജാവിനെ പ്രവാചകൻ അറിയിച്ചു. ആ ഹെസക്കിയ രാജാവ് എന്തു ചെയ്തു? അദ്ദേഹം ആ കിടക്കയിൽ നിന്ന് തിരിഞ്ഞു കടന്ന് അങ്ങോട്ട് വേദനയോടെ കരഞ്ഞു. അതാണ് അടുത്ത വാക്യം, 2-ാമത്തെ 3-ാമത്തെ വാക്യങ്ങൾ. ഹെസക്കിയ ചുവരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായുമാണ് അങ്ങയുടെ മുമ്പിൽ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ. പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു, അവൻ ദുഃഖത്തോടെ കരഞ്ഞു. അത് കർത്താവ് കണ്ടു, അത് കർത്താവ് കേട്ടു, ആ കണ്ണുനീര് കർത്താവ് അറിഞ്ഞു. തുടർന്ന് 4-ാമത്തെ വാക്യം, കൊട്ടാരത്തിൻ്റെ അങ്കണം വിടുന്നതിന് മുമ്പ് തന്നെ യേശയ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നീ തിരിച്ചു ചെന്ന് രാജാവിനോട് അറിയിക്കുക, 15 വർഷം കൂടി നിന്റെ ആയുസ് ദീർഘിപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരൻ, ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ആ രാജാവ് ദുഃഖത്തോടെ കരഞ്ഞപ്പോൾ ആ കണ്ണുനീര് കർത്താവ് കണ്ടു. കർത്താവ് ആ കണ്ണുനീര് കണ്ടെങ്കിലും ഹെസക്കിയായ്ക്ക് പ്രത്യേകിച്ചൊരു അനുഭൂതിയോ അനുഭവമോ ഉണ്ടായില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ അടുക്കളയിൽ നമ്മൾ കരയുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മൾ കരയുമ്പോൾ, നമ്മുടെ ജോലി സ്ഥലത്തിൽ നമ്മൾ കരയുമ്പോൾ, നമ്മുടെ കുടുംബത്തിന് വഴക്കുണ്ടായി വിഷമമുണ്ടായി നമ്മൾ ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരയുമ്പോൾ നമുക്ക് ഒരു അനുഭവം ഇല്ലെന്ന് വിചാരിച്ച് ദൈവം അത് കാണുന്നില്ല എന്ന് മനസ്സിലാകും. ദൈവം അത് കാണുന്നുണ്ട്, ദൈവം അതിനുവേണ്ടി ഒരു തീരുമാനം എടുക്കുന്നുണ്ട്, ദൈവം അതിനുവേണ്ടി ഒരാളെ ഉയർത്തുന്നുണ്ട്. ആ കണ്ണുനീര് പരിഹരിക്കാൻ വേണ്ടി ഒരാളെ കർത്താവ് കരുതിയിട്ടുണ്ട്, ഒരാളെ കർത്താവ് ഉയർത്തുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ കർത്താവ് അങ്ങനെ തീരുമാനം എടുത്ത് പ്രവർത്തിക്കുമ്പോൾ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് എൻ്റെ കണ്ണുനീര് കർത്താവ് കണ്ടു എന്ന് ആ സമയത്ത് ഒരു അനുഭവം ഉണ്ടാകണം നിർബന്ധമില്ല. എങ്കിലും മകനെ, മകളെ, ഒരു കാര്യം അറിയണം, നീ പഠിക്കാൻ പറ്റാതെ വിഷമിച്ച് ആ മുറി ഇരുന്ന് വേദനിക്കുമ്പോൾ, നീ റിസൾട്ട് കിട്ടി വേദനയോടെ ആ പേപ്പറെ നോക്കി വിഷമിച്ചിരിക്കുമ്പോൾ ആ വിഷമം, ആ കണ്ണുനീര്, ആ ഹൃദയത്തിൻ്റെ വേദന, ആ വേദന കർത്താവ് അറിയുന്നുണ്ട്. നിന്നെ സഹായിക്കാൻ കർത്താവ് ഒരാളെ ഉയർത്തും. നിനക്ക് വേണ്ടി കർത്താവ് നടപടി എടുത്തിട്ടുണ്ട്. നീ അത് വിശ്വസിക്കണം. നിന്റെ ഓരോ അവസ്ഥയും കർത്താവ് കാണുന്നുണ്ട്. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനത്തിൽ
വേറൊരു രംഗം നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം 21 മുതൽ 23 വരെ തിരുലിഖിതങ്ങൾ. അവിടെ ഹെറോദോസ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് വലിയ പ്രതാപത്തോടെ സിംഹാസനത്തിലേക്ക് വന്ന് ഇരിക്കുന്ന രംഗമാണ് കാണിക്കുന്നത്. അവൻ്റെ വരവും അവൻ്റെ ഇരിപ്പും ഒരു പ്രത്യേക വിധമായിരുന്നു. അത് കണ്ടതും കേട്ടതുമായ ആളുകൾ അതെങ്ങനെയാണെന്ന് വിവരിക്കുന്നുണ്ട്. അതാണ് 12-ാം അധ്യായം 21 മുതൽ 23 വരെ വാക്യങ്ങൾ. ഒരു നിശ്ചിത ദിവസം ഹെറോദോസ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. അവരോട് അവൻ പരസ്യമായി സംസാരിച്ചു. ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, ഇത് ഒരു ദേവന്റെ സ്വരമാണ്, മനുഷ്യൻ്റെതല്ല, ഇതൊരു ദേവന്റെ സ്വരം തന്നെ, ഇതൊരു ദേവൻ തന്നെ എന്ന് പറഞ്ഞാൽ അതേ മാതിരിയാണ് വലിയ അധികാരത്തോടും ധാർഷ്ട്യത്തോടും ധിക്കാരത്തോടും ശക്തിയോടും പ്രതാപത്തോടും കൂടെ അവൻ്റെ ഇടപെടൽ, അവൻ്റെ നടപ്പ്, അവൻ്റെ ഇരിപ്പ്, അവൻ്റെ നീക്കം, അവൻ്റെ മൂവ്മെൻറ്റുകളെല്ലാം അതുപോലെ തന്നെയാണ്. പ്രിയപ്പെട്ട ഇത് കണ്ടപ്പോൾ പറയാണ്, ഇതൊരു ദേവൻ തന്നെ എന്ന് ജനങ്ങൾ വിളിച്ചു പറയുക. ഇത് കർത്താവ് കണ്ട് തുടർന്നുള്ള വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: പൊടുന്നനെ ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവനെ ആഞ്ഞടിച്ച് ഒരൊറ്റയടിക്ക് അവൻ നിലം പതിച്ച് പുഴുക്കൾക്കിരയായി അവൻ അന്തിശ്വാസം വലിച്ച്. അത് തുടർന്ന് വരുന്ന വാചകം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്: കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി, എന്തെന്നാൽ അവൻ ദൈവത്തിന് മഹത്വം നൽകിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്നെയും നിങ്ങൾ ദൈവം ഉയർത്തി, എന്നെ നിങ്ങൾ ദൈവം വളർത്തി, ഓരോ സ്ഥാനങ്ങളിലാക്കി, ഓരോ പൊസിഷൻ തന്നു, ഓരോ കൃപ തന്നു, ഓരോ അഭിഷേകം തന്നു, ഓരോ ശക്തി തന്നു, ഓരോ അധികാരം തന്നു, ഓരോ വിധത്തിലാക്കി. ആ സ്ഥാനങ്ങളിൽ, ആ നിലകളിലൊക്കെ വ്യാപരിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം നൽകാതെ അങ്ങനെ നാടുകുലുക്കി നടന്നാൽ ഒരു കാര്യം, ഇതെല്ലാം കാണുന്ന, ഇതെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. എന്നെ നിങ്ങളെ വളർത്തിയ ദൈവം, എൻ്റെ നഗളത്തിൽ, എൻ്റെ അഹങ്കാരത്തിൽ, എൻ്റെ ധിക്കാരത്തിൽ, എൻ്റെ ദാർഷ്ട്യത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ നിങ്ങൾ മറക്കരുത്. ഒന്ന് ഉറക്കെ പറയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പെട്ടെന്ന് ഒരു ദൈവദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി, അവൻ പുഴുക്കൾക്കിരയായി അന്തിശ്വാസം വലിച്ചു, എന്തെന്നാൽ അവൻ ദൈവത്തിന് മഹത്വം നൽകിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാനിയേലിന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 29 മുതൽ 32 വാക്യങ്ങൾ, അവിടെ ബാബിലോൺ ചക്രവർത്തിയായിരുന്ന, ബാബിലോൺ രാജാവായിരുന്ന മഹാനായ നെബൂഖദ്നേസർ രാജാവിനെയാണ് ദൈവവചനം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. നെബൂഖദ്നേസർ രാജാവിന്റെ പ്രത്യേകത എന്താ? അദ്ദേഹം ഒരു കാലത്ത് വളരെ ഞെരുക്കമൊക്കെ ആയിരുന്നിരിക്കാം, എന്നാൽ കർത്താവ് അദ്ദേഹത്തിന്റെ കഷ്ടത കണ്ട് അനുഗ്രഹിച്ച് ഉയർത്തി അധികാരം നൽകി, രാജ്യം നൽകി, ചക്രവർത്തിയാക്കി, കിരീടം നൽകി, കൊട്ടാരം നൽകി, പദവി നൽകി, എല്ലാ മേഖലകളിലും അവനെ മുടിചൂടാ മന്നനാക്കി മാറ്റി. രാജാവിൻ്റെ ദീർഘകാലത്തെ ആഗ്രഹമായിരുന്നു ഒരു കൊട്ടാരം, എനിക്ക് പറ്റിയ വിധത്തിൽ ഒരു കൊട്ടാരം പണിയണം. അങ്ങനെ രാജാവ് കൊട്ടാരം പണിത് പൂർത്തിയാക്കി, അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അതിൽ താമസമാക്കി. അങ്ങനെ മട്ടുപ്പാവിലൂടെ നടക്കുന്ന സമയത്ത് ഒരു ചിന്ത ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ്. അവനത് വിളംബരം നടത്തിയിട്ടൊന്നുമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്, ഉള്ളിക്കൂടെ ചിന്ത വന്നു. അതാണ് 29-30 വാക്യങ്ങൾ. 12 മാസം കഴിഞ്ഞ് ബാബിലോണിലെ രാജകൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി രാജമന്ദിരമായി, എൻ്റെ മഹാപ്രഭവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ഈ ബാബിലോൺ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാവിൻ്റെ വായിൽ നിന്ന് ഈ ചിന്തകളെല്ലാം വായിൽ നിന്ന് വാക്കുകളായി ഉതിർന്ന ഉടനെ തന്നെ സ്വർഗത്തിൽ നിന്നും അതിന് മറുപടി ഉണ്ടായി. അതാണ് 31-ാമത്തെയും 32-ാമത്തെയും വാക്യങ്ങൾ. ഈ വാക്കുകൾ രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വാക്കുകളായി അത് അതരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ആ ചിന്ത ഹൃദയത്തിൽ കടന്ന് ഇങ്ങനെ ഓളം വെട്ടുന്ന സമയമുണ്ട്. ഓളം വെട്ടുക, അങ്ങനെ ഓളം വെട്ടിക്കൊണ്ടിരിക്കുമ്പം സ്വർഗത്തിൽ നിന്ന് അത് കണ്ട്, അത് വാക്കുകളായി വീഴുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ നിന്ന് അതിനൊരു മറുപടി ഉണ്ടായി. അതാണ് തുടർന്ന് വരുന്നത് വായിക്കുന്നത്. നെബൂഖദ്നേസർ രാജാവേ, നിന്നോടാണ് ഞാൻ പറയണത്, രാജ്യം നിന്നിൽ നിന്നും വേർപെട്ടിരിക്കുന്നു. നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും നിന്റെ വാസം വന്യമൃഗങ്ങളോടൊത്ത് ആയിരിക്കുകയും ചെയ്യും. കാളയെപ്പോലെ നീ പുല്ല് തിന്നും,
മനുഷ്യരുടെ രാജ്യം ഭരിക്കുന്നത് അത്യുന്നതനാണെന്നും താൻ ഇച്ഛിക്കുന്നവർക്ക് അവിടുന്ന് നൽകുമെന്നും നീ അറിയുന്നത് വരെ 7 സംവത്സരം അങ്ങനെ തന്നെ കടന്നു പോകുമെന്ന് ദൈവത്തിൻ്റെ സ്വരം രാജാവിനെ അറിയിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ സംഭവിച്ചു. എന്താ സംഭവിച്ചത്? നെഗളം ചിന്തിച്ച്, നെഗളം ഓളം പെട്ടി, നെഗളം തന്നെ സംസാരിച്ച്. കർത്താവിന് നിരക്കാത്തത് ചിന്തിക്കരുതെന്നല്ലേ നമ്മുടെ കാരണവന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് നിരക്കാത്തത് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്, ദൈവത്തിന് നിരക്കാത്തത് സംസാരിക്കരുത്, ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്ത് മുമ്പോട്ടും പോകരുത്. അതിന് പ്രത്യാഘാതം ഉണ്ടാകും. ഇത് കാണുന്ന ഒരുവനുണ്ട്, എല്ലാം കാണുന്ന ഒരുവനുണ്ട്, എല്ലാം അറിയുന്ന ഒരുവനുണ്ട്. അവന്റെ മുമ്പിൽ ചെന്ന് പെടുക തന്നെ ചെയ്യും. എസെക്കിയേൽ പ്രവചനത്തിൽ 29-ാം അധ്യായം, അവിടെ ഈജിപ്തിനെതിരെ എന്നാണ് അതിന്റെ ഹെഡിങ് തന്നെ. അതിൽ 9-10 വാക്യങ്ങൾ ഈജിപ്തിന്റെ ഭരണാധികാരിക്ക് അല്ലെങ്കിൽ ഈജിപ്തിന്റെ ഒരു നെഗളത്തിന് മറുപടിയാണ് ദൈവം കൊടുക്കുന്നത്. അവിടെ ഈ രാജ്യം, ഈ ഫലപുഷ്ടമായ നൈൽ നദീതടം, ഈ നൈൽ നദി, ഇതിനെക്കുറിച്ചെല്ലാം അങ്ങനെ ഊറ്റം കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന ആ ചിന്തയ്ക്ക് മറുപടിയാണ് അടുത്തൊരു വചനം. ഇങ്ങനെ പറയണത്, നൈൽ എൻ്റേതാണ്, ഞാനാണ് അത് ഉണ്ടാക്കിയത് എന്ന് നീ പറഞ്ഞു. അതിനാൽ ഞാൻ നിനക്കും നിന്റെ നദികൾക്കും എതിരാണ്. മിഗ്ദോൽ മുതൽ സെവനേഗോപുരം വരെ എത്യോപ്യയുടെ അതിർത്തിയോളം ഈജിപ്തിനെ ഞാൻ വിജനവും ശൂന്യവുമാക്കും. പ്രിയപ്പെട്ട സഹോദരൻ, നെഗളത്തിൻ്റെ ഒരു ചിന്ത, അതൊരു രാജ്യത്തിനാണെങ്കിലും ഒരു രാജാവിനാണെങ്കിലും ഒരു വ്യക്തിക്കാണെങ്കിലും പ്രിയപ്പെട്ട സഹോദരൻ, ദൈവം അറിയുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകം 2-ാം അധ്യായം 17-ാം തിരുലിഖിതം, മനുഷ്യന്റെ അഹങ്കാരത്തിന് അറുതി വരും, ഗർവിഷ്ഠൻ വിനീതനാക്കപ്പെടും. ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതം, കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു, എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു, ദുർഭാഷണം നടത്തുന്നവൻ പിടിക്കപ്പെടും. ദൈവത്തിന്റെ വചനം മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി ഈശോയുടെ മുമ്പിൽ ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സോദര സ്നേഹം മറന്നു, സോദോം ഗമോറ ഉണർന്നു, സോദര സ്നേഹം മറന്നു, സോദോം ഗമോറ ഉണർന്നു, അഹന്തതൻ പടവുകൾ കാണുന്നു, ഞാനെന്ന ഭാവത്തിൽ മതി മറന്നു, അഹന്തതൻ പടവുകൾ കാണുന്നു, ഞാനെന്ന ഭാവത്തിൽ മതി മറന്നു, രക്ഷകനരികിൽ തിരിച്ചു വരൂ നീ, മാനസാന്തര വഴിയിൽ ദൈവപിതാവിൻ അരികിൽ. ബാബേൽ ഗോപുരം പണിയും കർത്താവേ, മനുഷ്യ ദൈവത്തെ നീ മറന്നുവോ, തിരുസന്നിധേ നിന്നകന്നുവോ, തിരുസന്നിധേ നിന്നകന്നുവോ. രണ്ട് കരങ്ങളും യേശുവിലേക്ക് ഉയർത്തി എല്ലാ മക്കളും ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തെ മറന്ന്, ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്, ഇതെല്ലാം ദൈവം അറിയുന്നുണ്ട് വിചാരം വിട്ട് സഹോദരങ്ങളുടെ ബന്ധം, കുടുംബമായുള്ള ബന്ധം, എല്ലാ തരത്തിലുള്ള മേഖലകളിൽ ദൈവത്തെ മറന്നു നടന്നു. ദൈവമേ,
എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു അഭിഷേകം നിറയ്ക്കണം. അങ്ങയുടെ മുമ്പിൽ വിനീത ഹൃദയനായി വ്യാപരിക്കാൻ ഒരു അഭിഷേകം നൽകണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശുവേ 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 Lord Jesus.